ഹലോ മൈ ഡിയർ ലവ്ലി വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദുബായ് ഡയറീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ദുബായ് ഡോൾഫിനേറിയാണ് കേട്ടോ. ഇത് ഒരു കോമ്പൗണ്ടിനകത്ത് 3 സെക്ഷൻസ് ആയിട്ട് വരുന്നത്. അതിൽ ഒന്ന് ചിൽഡ്രൻ സിറ്റി, ഒന്ന് ദുബായ് ഡോൾഫിനേറിയം, വേറൊന്ന് ബേർഡ് ഷോ. അപ്പം ഓരോന്നിനും പ്രത്യേകം ചാർജുണ്ട്. പേയ്മെൻറ്റ് പ്രത്യേകം നമ്മൾ എടുക്കണം. ഓരോ സെക്ഷൻ ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു പാർക്ക് പോലെയാണ് കേട്ടോ. ആദ്യം നമ്മൾ മെയിൻ ഗേറ്റ് വഴി അകത്ത് വരണം. അപ്പോൾ 5 ദിർഹം നമ്മൾ എൻട്രി ഫീസായിട്ട് കൊടുക്കണം. പിന്നെ ഇതാണ് ദുബായ് ഡോൾഫിനേറിയത്തിൻ്റെ എൻട്രൻസ്. അവിടെ ചെന്നിട്ട് അല്ലാതെ ഡോൾഫിനേറിയത്തിനുള്ള പേയ്മെൻറ്റ് ചെയ്യണം. അധികം ആൾക്കാരില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നു. എന്നാലും നമ്മൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരില്ലായിരുന്നു. ആദ്യം ഡോൾഫിൻ ഷോ ആയിരുന്നില്ല കേട്ടോ, ആദ്യം സീലായിരുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു എന്തൊരു ഒരു സാധനമായിട്ട് നമുക്ക് തോന്നും. അയ്യോ പാവ എന്നിങ്ങനെ പറഞ്ഞു പോകും. നല്ല ക്യൂട്ടായിട്ട്, നല്ല കാണുമ്പോൾ ഒരു പാവം തോന്നും നമുക്ക്. ഇതൊക്കെ ക്ലാപ്പ് ചെയ്യുന്നത്, പിന്നെ ഇത് ഡാൻസ് ചെയ്യുന്നെന്ന് പറഞ്ഞത്. ഇത് ഫീമെയിലാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഷീ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫീമെയിൽ എന്ന് പറഞ്ഞത്. ഇത് എല്ലാവരുടെയും ഫ്രണ്ടിൽ വന്ന് ഡാൻസ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിപ്പം സ്ക്രീനിൽ വേറെ എന്തോ കാണിക്കുകയാണ്. ഇത് റിങ് ഹോൾഡ് ചെയ്യുന്നത്, റിങ് ക്യാച്ച് ചെയ്യുന്നത്. ഇതുണ്ടോ സ്ക്രീനിൽ? അവിടെ അതിൽ നമുക്ക് കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടത്. ഇത് നല്ല രസമായിരുന്നു കേട്ടോ. ഇത് നടക്കുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു. മറ്റേ ആ ഒരു പാട്ടുണ്ടല്ലോ, അത് അമ്മ ബാബി ഗേൾ എന്ന് പറഞ്ഞിട്ട് ആ സോങ് ഇട്ടിട്ടാണ് നടക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ആ സോങ് ഇപ്പം പ്ലേ ചെയ്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ടാണ് ആ സോങ് പ്ലേ ചെയ്യാത്ത കേട്ടോ. നല്ല രസമായിരുന്നു കണ്ടോണ്ടിരിക്കുമ്പോൾ. ഇത് പാട്ട് പാടുന്നതാണ്. ഇത് ശരിക്കും പാട്ട് പാടുന്നതല്ല, അതിനനുസരിച്ച് മൗത്ത് ഓപ്പൺ ആക്കുന്നതാണ്. കുട്ടികളൊക്കെ വിചാരിക്കും അത് ശരിക്കും അത് പാടുന്നതെന്ന് വിചാരിക്കും. ഇത് ലാസ്റ്റ് നമ്മളോട് എല്ലാവരോടും വന്നിട്ട് ബായ് പറഞ്ഞിട്ട് പോകുന്ന കേട്ടോ.
ഇനിയാണ് ഡോൾഫിൻസ് വരുന്നത്. 3 ഡോൾഫിൻസ് ഉണ്ടായിരുന്നു. ഇത് ബോൾസ്, അതിനകത്ത് കിടക്കുന്ന ബോൾസ് ഇങ്ങനെ തട്ടിയെറിയും. അത് ശരിക്കും നമ്മൾ ഇരിക്കുന്നിടത്തൊക്കെ വന്നായിരുന്നു കേട്ടോ. ഏറ്റവും ടോപ്പിൽ വരെ എത്തിയായിരുന്നു. അത്രയ്ക്ക് ആ ഫോഴ്സിലായിരിക്കും അത് തട്ടുന്നത്. ഇതുണ്ടോ, അത്രയും ഫോഴ്സിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഇന്നടുത്തോട്ടൊക്കെ ഏറ്റവും ടോപ്പിലൊക്കെ ഇതെത്തിയായിരുന്നു. ഇനി ഡോൾഫിൻസിന്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതാണ്, അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്.
ഇതില്ലേ ശരിക്കും അവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പം അത് കാണുമ്പോൾ നമുക്ക് തോന്നും വളരെ ഈസി ആയിട്ട് പറ്റുമെന്ന് തോന്നും എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവർ അത്രത്തോളം പ്രാക്ടീസ് ചെയ്തും പിന്നെ ഡോൾഫിൻസിന് അത്രത്തോളം ട്രെയിൻ ചെയ്ത് മാത്രമേ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് കാണുമ്പോൾ വളരെ അവർ കൂളായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരുപാടുണ്ട്, ഞാൻ അത്രയൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഇവിടെ കുറേ ടോയ്സ്, ചെറിയ ചെറിയ ടോയ്സ് ഭയങ്കര വിലയായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ക്യാമൽസ് പുറത്തുണ്ട്. ആദ്യം വിചാരിച്ചത് എന്തോ സ്റ്റാച്ചു ആണെന്ന്, പക്ഷെ അല്ല. അതിൻ്റെ മുകളിൽ കുട്ടികളെയൊക്കെ കയറ്റിയിരുത്താറുണ്ട്, പക്ഷെ ഞങ്ങളൊന്നും കയറിയില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബേഡ് ഷോ ഉണ്ട്, പിന്നെ ചിൽഡ്രൻ സിറ്റി ഉണ്ട്. അത് വേറെ 2 വ്ളോഗായിട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.